ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. ഹേ ജവാനി തോ ഇഷ്ക് ഹോന ഹേ കണ്ടു. എന്തോന്ന് പടോടെ ഇവന്മാർക്ക് ഇപ്പോഴും ഈ അൾട്ടിമേറ്റ് പഴയ 90s കോമഡി പരിപാടികൾ, ഈ ഒരു ഫിസിക്കൽ ആ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കുറേ അവിഞ്ഞ കോമഡികൾ, പിന്നെ ബോഡി ഷെയ്മിങ്ങൾ ഇപ്പോഴും കളഞ്ഞിട്ടില്ല. അത് വെച്ചുള്ള ഒരു അഡൽട്ട് പടം പോലെ എടുത്തു വെച്ചിട്ടുണ്ട്. ഫുള്ളി പറയുവാണെങ്കിൽ സിനിമയിൽ പറയുന്നത് നായകൻ ഒരു കല്യാണം കഴിക്കുന്നു. ആ കല്യാണം കഴിച്ച് ആ നായികയുമായിട്ട് ഫിസിക്കൽ റിലേഷനായിട്ട് ഒരുപാട് വേണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ നായികയുമായിട്ട് ബന്ധം പിരിയാൻ നിൽക്കുമ്പോൾ നായകന് വേറൊരു പെണ്ണുമായിട്ട് പ്രേമം തോന്നുന്നു. അപ്പോൾ ഒരേ സമയം ഈ രണ്ടുപേരും, അതായത് ഈ ഒരു ഭാര്യയും ഈ ഒരു കാമുകിയും രണ്ടുപേരും സെയിം ടൈം പ്രഗ്നൻ്റ് ആകുന്നു. അപ്പോൾ ഈ പ്രഗ്നൻ്റ് ആവുന്ന സിറ്റുവേഷനിൽ എങ്ങനെയാണ് നായകൻ ഇത് ഹാൻഡിൽ ചെയ്യുക, അതിനോടുള്ള എക്സ്പ്രഷൻ, അതിനോടുള്ള ഫീലിംഗ് എന്തായിരിക്കും, എങ്ങനെയായിരിക്കും ഇതൊക്കെ മറച്ചു വയ്ക്കുക എന്നുള്ളതാണ് സിനിമ കാണിക്കുന്നത്. അത് തന്നെയാണ് ട്രെയിലറിൽ നമ്മൾ കണ്ടതുപോലെ തന്നെയാണ്. ഇതിൻ്റെ ഡയറക്ടർ ഡേവിഡ് ധവാനാണ്, അതായത് വരുൺ ധവാന്റെ അച്ഛൻ. വരുൺ ധവാനാണല്ലോ നായകൻ ഇതിൽ. ആൻഡ് മൃണാൽ തക്കൂർ വരുന്നുണ്ട്, പൂജ അജ്രേ വരുന്നുണ്ട്. ആസ് യൂഷ്വൽ ഇവരെ കൊണ്ടുവന്ന എന്തിനാണ്? വെറുതെ ഒബ്ജക്ടിഫിക്കേഷന്, അതായത് അവരെ കാണിച്ച ആളെ കയറ്റുക, അല്ലെങ്കിൽ അവരെ ഗ്ലോറിയസ് ആയിട്ട് കാണിച്ച് ഗ്ലോറിഫിക്കേഷൻ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. പ്രത്യേകിച്ച് അവർക്ക് ഒരു നല്ലൊരു സീനോ അല്ലെങ്കിൽ നല്ലൊരു ക്യാരക്ടറോ ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്തിനാണ് കാണിച്ചതെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അത് തന്നെയാണ് അവിടെ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ റിട്ടൺ യൂനിസ് സജേവാൾ, പുള്ളി എന്താണ് ഉദ്ദേശിച്ചതെന്ന് പുള്ളിക്ക് തന്നെ പിടിയില്ല. എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂറോളം പാട്ട്, 5-6 പാട്ടുകളുണ്ട്. പിന്നെ ഒരു അരമണിക്കൂറോളം ചുമ്മാ ആക്ഷൻ എന്ന് പറഞ്ഞ് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ബാക്കി വരുന്ന കുറച്ച് അരമണിക്കൂറിലെ റീമിക്സും ഇടയിലൊക്കെ കയറ്റി, പഴയ പാട്ടിൻ്റെ റീമിക്സും പഴയ പാട്ടിൻ്റെ റിലേറ്റബിൾ സീൻസൊക്കെ കയറ്റി അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്ത് അതും തീർക്കുന്നുണ്ട്. മൊത്തത്തിൽ ബാക്കിയുള്ള സമയങ്ങളിൽ എങ്ങനെയൊക്കെയോ പിടച്ച് കുറച്ച് തമാശകളും കാര്യങ്ങളൊക്കെ ചെയ്ത് തരാമെന്നൊക്കെ വിചാരിച്ച് 1-2 വർക്കൗട്ട് ആയതല്ലാതെ വേറെ എല്ലാം ഫ്ലോപ്പ് ആയിട്ടുണ്ട്. ഇപ്പോഴും തടിച്ച ആൾക്കാർ വരുമ്പോൾ ആനയുടെ സൗണ്ട് ഇടുക, പിന്നെ ഈ ഒല്ലിയായിട്ടുള്ള ആൾക്കാർ കമ്പ് കൊണ്ട് നടക്കുക, അങ്ങനത്തെ കുറച്ച് ബോഡി ഷേമിങ് കാര്യങ്ങളും പരിപാടികളുണ്ട്. അതായത് പണ്ട് പ്രിയദർശൻ സാറിന്റെ പടത്തിൽ നമ്മൾ കണ്ടില്ല, ഈ ബോയിങ് വേറെ ഏതോ കുറേ മലയാള പടത്തിലൊക്കെ കണ്ട, അതും പ്രിയദർശൻ സാറിന്റെ പടത്തിൽ തന്നെ ഉള്ള കുറേ സെയിം കോമഡികൾ റിപ്പീറ്റഡ് ആയിട്ട് തന്നെ ഇതിൽ പുള്ളിക്കാരന്മാർ ചെയ്തു വെച്ചിട്ടുണ്ട്. ആൻഡ് ഒന്നുമില്ല, പുള്ളിക്ക് വരുന്നവന് 6 പാക്ക് ഉണ്ട്, ആൻഡ് ഡാൻസ് ചെയ്യാനുള്ള കഴിവുണ്ട്. പക്ഷെ ഇതൊന്നും ഈ പടത്തിൽ ഒരു ടാലന്റും ആകുന്നില്ല. വീണ്ടും ബോംബുകൾ ഇറക്കിയാണ് പോകുന്നത്. ഇതിൽ പോരാൻ തന്നെ ക്ലൈമാക്സിലേക്ക് ഒരു ഗോൾഡ് ഡിഗർ ടൈപ്പ് എന്ന പോലെ മൗനി റോയ്, നിങ്ങൾക്കറിയാം മൗനി റോയ് മറ്റേ നാഗകന്യക സീരിയലിലൊക്കെ ഉള്ള പുള്ളിക്കാരിയാണ്. മൗനി റോയെ ഇറക്കുന്നുണ്ട്. എന്തിനാണ് ഇറക്കുന്നത് എന്നൊരു പിടിയില്ല. വെറുതെ ചുമ്മാ ഒരു ആൾക്കാരെ എങ്ങനെയും കയറ്റണം, അല്ലെങ്കിൽ ഇവരെ കൊണ്ടുവന്ന് കുറച്ച് ടൈം ഓട്ടിക്കണം എന്നല്ലാതെ വെറുതെ ഒരു ക്യാരക്ടർ മൂവ്മെന്റോ ഇമ്പ്രൂവ്മെന്റോ ഒന്നുമില്ല. ഇതിന്റെ സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്ന അയനങ്ക ബോസാണ്. എന്താണ് വെറുതെ കളറടിച്ച് കൂട്ടിയിട്ടിരിക്കുകയാണ്. ചുമ്മാ കളറടിച്ച് ചുമ്മാ എന്ത് വെറുതെ ഇതാ വരെയാണ് റോഡിന്റെ ഒരു ഫോട്ടോ, പ്ലേറ്റ് പറന്നു പോണത്, ചുമ്മാ ഒരു ആവശ്യമില്ലാതെ എന്തൊക്കെയോ ചെയ്തു വെച്ചിട്ടുണ്ട്. ചുമ്മാ ഇതിൽ എഡിറ്റിംഗ് വരുന്നുണ്ട്. എഡിറ്റിംഗ് റിതേഷ് സോണിയാണ് ചെയ്യുന്നത്. എഡിറ്റിങ്ങിന് ഇതിൽ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടോ എന്ന് തന്നെ ഡൗട്ടാണ്. ഒറ്റയ്ക്ക് ചുമ്മാ എടുത്ത് വിടാനുള്ളതിന് ഇതിൻ്റെ ഇടയിൽ ഒരു എഡിറ്റർ ഒരു കാര്യവും ഇല്ലാതെ മൊത്തത്തിലൊരു കളർഫുൾ ആയിട്ട് തന്നെ എഡിറ്റിങ്ങിന്റെ പരിപാടി ആയാലും ഒരു കളർഫുൾ പരിപാടിയൊക്കെ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു ഗുണവും കിട്ടൂല. മിക്കവാറും ഇത് ബഡ്ജറ്റിന്റെ ഇതിൽ തന്നെ ബോക്സ് ഓഫീസിൽ കളക്ഷൻ കിട്ടാനും സാധ്യതയൊന്നുമില്ല. ബഡ്ജറ്റിനെക്കാളും കുറവായിരിക്കും ബോക്സ് ഓഫീസിൽ കിട്ടാൻ സാധ്യത കൂടുതൽ. കാരണം ഞാൻ ഇപ്പോഴും പറയുന്നു, നമ്മൾ ട്രെയിലറിൽ കണ്ട എന്താണ് മൃണാൽ തക്കൂർ, പൂജ അജ്രേ ഇവരെയൊക്കെ കൊണ്ടുവന്നത് അവരെ ഇങ്ങനെ കാണിക്കുക, അവരുടെ ഗ്ലാമറസ് ആയിട്ട് കാണിക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഈ ഡബിൾ മീനിങ് ജോക്കുകളുണ്ടല്ലോ. അതായത് നായിക വരുമ്പോൾ ഇങ്ങനെ അവിടെ പോയിട്ട് ഇങ്ങനെ, അതുപോലത്തെ കുറെ ഡബിൾ മീനിങ്, പിന്നെ ഈ പക്ക ആദ്യം അഡൽട്ട് കണ്ടന്റ് ഉള്ള ഒരു കോമഡികളൊക്കെ. സത്യം പറഞ്ഞാൽ ഇവർക്ക് ഇൻസ്റ്റഗ്രാം ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ട്. കാരണം ഇതിലേക്കാട്ടി നല്ല കോമഡികൾ ഇപ്പൊ ഇൻസ്റ്റഗ്രാം റീൽസിലൊക്കെ വരുന്നുണ്ട്, നല്ല കോണ്ടന്റുകൾ ഇൻസ്റ്റഗ്രാം റീൽസിലൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവന്മാർക്കൊക്കെ ഇവിടെ ഇത്രയും ഈ കോമഡിയിൽ ഇത്രയും നരഹത്യ വന്ന ഇത്രയും പാടുപെട്ട പഴയ കോമഡികൾ എത്തിയതിനെ ഇപ്പോഴും അവിടെ പടം ഓട്ടിക്കുന്നു എന്നുള്ളത് സങ്കടകരമായ ഒരു വിഷയം തന്നെയാണ്. ഇപ്പോഴും അവന്മാർക്ക് കോമഡികൾ ചിരിപ്പിക്കാൻ അബ്യൂസീവും അല്ലെങ്കിൽ മണ്ടത്തരവും പറയുന്ന അല്ലാതെ നല്ലൊരു കണ്ടന്റ്, നല്ലൊരു കോമഡി ഇല്ല എന്നുള്ളതും
പറയാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. പിന്നെ പാട്ട്, 5-6 പാട്ട് വരുന്നു, നായികമാർ അങ്ങോട്ട് കറക്കുന്നു, നായികമാർ ഇങ്ങോട്ട് പോകുന്നു, 1-2 എല്ലാ സീനുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തൊക്കെയോ ചെയ്തു പോകുന്നുണ്ട്. മൊത്തത്തിൽ പടം എന്തിനാണ് പുള്ളി എടുത്ത, പുള്ളിക്ക് സമയം പോക്കിന് വേണ്ടിയിട്ട്. ഇതിനു മുമ്പ് ഈ പടത്തിൽ കുറച്ച് വർക്ക് ചെയ്തവരൊക്കെ കുറെ ബോംബ് പടത്തിലൊക്കെ വർക്ക് ചെയ്തവരെന്നാണ് അറിയുന്നത്. അതുകൊണ്ടായിരിക്കും ഈ പടം ബോംബായെന്നാണ് തോന്നുന്നത്. മൊത്തത്തിൽ ഒരു ബോംബിന് പോലും ഇഷ്ടപ്പെടാത്ത ഒരു ബോംബ് പടമായി പോയി ഈ ഹേ ജവാനി തോ ഇഷ്ക്. നായികമാരെ കൊണ്ടുവന്ന് വെറുതെ ഗ്ലോറിഫൈ ചെയ്യുക, അവരുടെ ഗ്ലാമറസ് കാണിക്കുക. ഈ എപ്പോഴാണ് ഇൻഡസ്ട്രി ഇപ്പം മാറുക എന്ന് പറയുന്നത് അറിയില്ല. കാരണം ഐറ്റം ഡാൻസിന് വേണ്ടിയിട്ട് ഒരു നായികയെ കൊണ്ടുവരുന്നു, മൗനി റോയ്, കുറച്ച് നായികമാരെ കൊണ്ടുവരുന്നു, അവർ വെച്ച് പടം ഓട്ടിക്കുന്നു. എപ്പോഴാണ് ഇനി ബോളിവുഡിൽ ഈ നായികമാരെ മാറ്റി അവർക്ക് ക്യാരക്ടർ ഇമ്പ്രൂവ്മെന്റ് ഉള്ള സീന് മാത്രം കൊടുത്ത് എങ്ങനെയാണ് നല്ല പടങ്ങളൊക്കെ കൊണ്ടുവരുവാന്ന് അറിയില്ല. സ്റ്റിൽ ഇപ്പോഴും ഇവിടെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള 2 നായികമാരെ കൊണ്ടുവന്ന് സിനിമയിലേക്ക് കയറ്റി അതുമായിട്ട് പ്രൊമോഷൻ ചെയ്ത് കൊണ്ടുപോയെന്നല്ലാതെ ഈ പടത്തിൽ വേറെ ഒരു ചുക്കും ഇല്ല.